ഇന്നത്തെ നമ്മളെ വീഡിയോക്ക് നല്ലപോലെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോസാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ നമ്മളെ സന്തോഷേട്ടൻ്റെ കുടിയിരിക്കലിന് പോയ കുറച്ച് വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഉഷാറായിട്ടൊന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഏതായാലും നമ്മൾ ചെറിയൊരു പരസ്യം കൂടി ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, എൻ്റെ സ്വപ്നക്കൂട് ബൈ അനിത സുബ്രഹ്മണ്യൻ. അങ്ങനെ രാവിലത്തെ ആ ഒരു പരിപാടികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നടത്തം ചായ കുടി ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പുഴയെ പോയി കുളിച്ച് വന്നിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചായക്കടി എന്ന് പറയുന്നത് അവിലും ചായ കേട്ടോ. അവിലും നല്ല ഉഷാറും ചായ, കട്ടൻ ചായയാണ്. അത് ഞങ്ങളെല്ലാവരും കുടിച്ചു. അങ്ങനെ അമ്മ ഉണ്ടല്ലോ, അപ്പം ഇന്നിപ്പോൾ ചോറൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. മക്കളും ഇവിടെ ഉണ്ട്, മക്കളാരും പോരുന്നില്ല. അമ്മയും മക്കളും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അച്ഛമ്മയും മക്കളും ഒരു ഇവിടെ നിന്നോട്ടെ. അപ്പോൾ ഞാനും എൻ്റെ പുതിയാപ്പളയും കൂടിയിട്ട് നമ്മൾ സന്തോഷേട്ടൻ്റെ കുടിയിരിക്കലിന് പോവുകയാണ് കേട്ടോ. അതിനാണ് ഇപ്പോൾ ഈ തത്രപ്പാട് നടത്തുന്നത്. പിന്നെ ഷിജീനെ കാണണം, അമ്മേനെ കാണണം, അപ്പൂസിനെ കാണണം, അങ്ങനെ എല്ലാവരെയും കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ കാണുകയെന്ന് അല്ലേ ഉള്ളൂ, അല്ല അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ട് ഒരു കാഴ്ചയല്ല കേട്ടോ. പോരാത്തതിന് കുറേ നമ്മളെ തുണക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. കാരണം ഇങ്ങനെ ആരും കണ്ടിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഗമോ കാര്യങ്ങളൊന്നും ഞാൻ പോയിട്ടില്ല. ഈ യൂട്യൂബിൽ വന്ന ശേഷം ഇത് ആദ്യമായിട്ടാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ എടുത്ത് വെച്ച് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാവരും മക്കളൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതൊന്ന് വറുത്ത് വെച്ചു. പിന്നെ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തൈര് പപ്പടം അതൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും കെട്ടി ഒതുക്കിയാണ്ട് ഞാൻ ബാക്കിയുള്ള അടുക്കളയത്തെ ഒരുവിധ പരിപാടികളൊക്കെ ഒതുക്കിയിട്ടുണ്ട് ഈ ഒരു പോക്ക് പോകണത്. അല്ലെങ്കിൽ ഓൾക്കൊരു ബുദ്ധിമുട്ടാവൂലേ. അതുകൊണ്ട് അങ്ങനത്തെ അടുക്കളയത്തെ എല്ലാ ഓൾക്ക് തിന്നാനുള്ള വകകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വേഗം പോവുകയാണ്. അപ്പോൾ വണ്ടൂരാണ് കേട്ടോ. വണ്ടൂര് അവിടെ എവിടെയോ ആണ്. ഏതായാലും ഞങ്ങൾ ചോദിച്ചും പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താ സംഗതി ചോദിച്ചാൽ, ഏതായാലും ഞങ്ങൾ പോവല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു വീഡിയോസ് കാണിച്ചു തരട്ടെ. ഇതിപ്പോൾ എന്താ സംഗതി ചോദിച്ചാൽ, ഇത് തലേന്ന് കേട്ടോ 22-ാം തീയതി 23-ാം തീയതി ഞായറാഴ്ചയാണ് ഇവിടെ കുടിയിരിക്കലുള്ളത്. അപ്പോൾ 22-ാം തീയതിക്ക് ഒരു ചുരിദാർ വേണമെന്ന് പറഞ്ഞിട്ട് ആ രാത്രി പോയി എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഇതാ 8:30 ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുരിദാർ എടുത്ത് വന്നു. അപ്പോൾ ടോപ്പാണ് എടുത്തത്. ടോപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഷീലയാണ് എടുത്തത്. ഇനിയിപ്പോൾ അത് നമ്മളെ പാകത്തിന് അടിച്ചിട്ട് വേണം. അങ്ങനെ ശീല ഇതാണ്ട്, ഇത് ക്രൈപ്പിൻ്റെ ആ ഒരു ശീലയാണ്. പക്ഷേ നമുക്ക് ജോർജറ്റിൻ്റെ ആ ഒരു കറുപ്പ് ശീല ഒരു ചുരിദാർ വേണം, നല്ലൊരു പൂതിൻ്റെ ഇത്. അപ്പോൾ അങ്ങനെ ജോർജറ്റിൻ്റെ ഒരു ശീലയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേഗം വെട്ടിയിട്ട് അടിക്കാമെന്ന് കേട്ടെ. ആ ഒരു രാത്രി തന്നെ അടിച്ചാലാണ് എനിക്ക് രാവിലെ ഒക്കെ ഒരു സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം വലിയ ചോറും കാര്യമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ മോഹൻലാൽ പറഞ്ഞവർക്ക് ചോദിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ച് ഇതവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ വൃന്ദാവനത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വൃന്ദാവനം പോലെ തന്നെ ആവട്ടെ ഈ ഒരു വീട് കേട്ടോ. നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പോട്ടെ. അപ്പോൾ നമ്മളെ സ്വീകരിക്കാനായിട്ട് ഇവർ രണ്ടാളും ഇത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും സ്വീകരിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ അതേപോലെ വിശേഷം കാര്യങ്ങളൊക്കെ ഇതാക്കണം അറിയുന്നല്ലാതെ പോലെ ഫസ്റ്റായിട്ടാണ് കാണുകയാണ്. ഒരു മടി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കര മടി ഉണ്ടായിരുന്നു ഇവരെ വർത്താനം പറയാം, എങ്ങനെയാണ് ഫസ്റ്റ് ഓലോട് മീറ്റ് ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ചെന്ന പകപ്പാട തകിടം മറിഞ്ഞു പോയി. നമ്മളെ പോലെ തന്നെ പടപട പറയണവരാണ് ഫുള്ളുള്ളത്. പിന്നെ അങ്ങോട്ട് എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രസം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വീടും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം വീഡിയോ എടുത്തു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ക്യാമറ പൊന്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ നമ്മൾ ക്യാമറ പൊന്തിക്കുക. കാരണം വലിയൊരു യൂട്യൂബറിൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ക്യാമറ പൊന്തിച്ചിട്ടില്ലെങ്കിൽ വേറെ എവിടെ നമുക്ക് പൊന്തിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വീടൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കാരണം കുറേ ആളുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ടൊന്നും എടുക്കാൻ പറ്റൂലല്ലോ. വ്യക്തമായിട്ട് കാണണമെങ്കിൽ, നല്ല ഉഷാറായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ സന്തോഷേട്ടൻ്റെ വീഡിയോ കാണേണ്ടി വരും. കാരണം അത്രയും ആളും ബഹളത്തിലൊന്നും നമുക്ക് അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ കഴിയൂല. അപ്പോൾ 2 റൂമാണ് ഉള്ളത്. പിന്നെ ഇതാക്കണം നല്ലൊരു പൂജാ റൂമുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതാ ഒരു സ്റ്റെയർ ഉണ്ട്, അടുക്കള, പിന്നെ ഒരു മെഷീൻ ഉണ്ട് കേട്ടോ. അത് ഞാൻ കണ്ണു വരച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമ്മളൊരു തയ്യൽക്കാരി ആയതുകൊണ്ട് അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയെടുക്കണ പണിയാണ്. പിന്നെ ഒരുവിധ ആൾക്കാർ കേട്ടോ. പിന്നെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മനെ കണ്ടു, അത് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മനെ കണ്ടു. അമ്മക്ക് സുഖമൊക്കെ ഇല്ലാതിരിക്കല്ലേ, നമുക്ക് വേഗം സുഖമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ഒരുവിധമൊക്കെ സുഖമായിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പോലത്തെ സാധാരണ ഒരു യൂട്യൂബർമാർക്ക് ഇതാക്കണം ഫസ്റ്റ് ഒരു സബ്സ്ക്രൈബറായ ഉഷാറായി. പിന്നെ അത് 10 ആയാൽ അടിപൊളിയായി. പിന്നെ 500 ആയാൽ അതിലേറെ അടിപൊളി. പിന്നെ അത് 1000 ആയ ഒരു സമാധാനമായിട്ടോ. അങ്ങനെ ഇതാക്കണം. അതും കൂടി കഴിയുമ്പോഴാണ് പിന്നെ നമുക്ക് ഒരു പൂതി വരിക എന്താകും 50,000. പിന്നെ ഇതാക്കണത് പിന്നെ വരുന്നത് ഇതാകണം ഈ ഒരു പ്ലേ ബട്ടൺ തന്നെയാണ് കേട്ടോ. ഒരു ഉപഹാരം എന്നുള്ള നിലക്ക് പോലെ അത് തരുമ്പോണ്ടല്ലോ അതിൻ്റെ സന്തോഷം ഒരു വേറെ തന്നെയാണ്. അപ്പോൾ സന്തോഷമായിട്ട് കിട്ടിയത് അതിലേറെ സന്തോഷം. അപ്പോൾ അങ്ങനെ മൂപ്പരത് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി ബൈക്ക് വരുത്താൽ നമ്മൾ ഇതാക്കണം ഒച്ചയിലും പോലെയാണെങ്കിലും എഴഞ്ഞ് ഏതെങ്കിലും ഒരു കാലത്ത് നമ്മളും വാങ്ങും. അപ്പോൾ അപ്പൂസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇതാക്കണം ഓരോ മോനാണത്. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഷിജി വർത്താനം പറഞ്ഞുകൊണ്ട് എത്തിക്കുന്നുണ്ട്. ഷിജിയാണോ ഷിജി ചേച്ചിയാണോ എന്ന് അറിയില്ല.
ഏതായാലും പിന്നെ കിടിലൻ ആ ഒരു മുത്തശ്ശിയും കൂടി വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചോറിനാനും പോയി. പിന്നെ അന്നമാണ് ഉന്നം എന്ന് പറയുമല്ലോ, അപ്പോൾ നമുക്ക് അന്നത്തിൽ തന്നെയാണ് ഉന്നം. അങ്ങനെ അന്നം വന്നു, ഇനി വേഗം ഉന്നം നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ നല്ല ഫുഡ് കഴിക്കാൻ ഈ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് വിളമ്പി തരാനൊക്കെ ഇട്ടും അച്ചാറ്, തൈര്, വെള്ളം അതൊക്കെ ഓൻ്റെ കൈ കൊണ്ടാണ് ഞങ്ങൾക്ക് വിളമ്പി തന്നത്. ഒരു നല്ലൊരു അടിപൊളി കുട്ടി. അപ്പോൾ നമുക്ക് ആര് ചോറ് തരികയാണെങ്കിലും പോലെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടിയിട്ടിരുന്നു. ആരും അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം ആദ്യം നമുക്ക് ഫസ്റ്റ് ചോറ് തിന്നിട്ട് വിശദമായിട്ടൊന്നും എടുക്കാമല്ലോ എന്നുള്ള ഒരു രീതിക്കാണ് ഞങ്ങൾ നിന്നത്. നല്ല നെയ്ച്ചോറും അതേപോലെ തന്നെ നല്ല അടിപൊളി കടായും തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അച്ചാറുണ്ടായിരുന്നു. അച്ചാർ വേണ്ടാന്ന് പറഞ്ഞു, ഈ ഒരു ചൂടും കാര്യങ്ങളില്ലേ, നല്ല എരി വേണ്ടാന്ന് വിചാരിച്ചിട്ട് അച്ചാർ വേണ്ട പറഞ്ഞു. ചള്ളാസ് മാത്രമേ ഇട്ടിട്ടുള്ളേന്ന്. ഇനിയിപ്പോൾ ഇത് പള്ളയിലാക്കിയിട്ട് വേണം ഒരു സമാധാനത്തോടു കൂടി ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട്. നല്ല ചോറും കറിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നടന്നത് കാർഗിൽ യുദ്ധം തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ചോറും കറികളൊക്കെ തട്ടി നല്ല ഉഷാറാക്കി. ഇതിങ്ങനെ പള്ളയിലാക്കിയിട്ട് വേണം അടുത്ത നമുക്ക് ആ ഒരു പരിപാടികളൊക്കെ നോക്കാനായിട്ട്. കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, ഓലൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം. നമ്മളറിയാത്ത കുറേ ആൾക്കാരാണ് കേട്ടോ. നമ്മളറിയും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ എന്താക്കണം, ചോറ് ഇട്ടോണം തിന്നോണം പറഞ്ഞിട്ട് നമ്മളിത് ആഘോഷിക്കുക തന്നെയാണ്, നല്ല ഉഷാറായിട്ട് ആഘോഷിക്കുക തന്നെയാണ്. അപ്പം വൈകുന്നേരത്തെ 2 പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ, 2 കുടിയിരിക്കലും കൂടി ഉണ്ട്. അത് രാത്രിയാണ് തുടങ്ങുന്നത്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് 2 കുടിയിരിക്കലും ഉള്ളത്. പിന്നെ അതങ്ങനെ വാസുവേട്ടനെയും ഫ്രണ്ടിനെയും കണ്ടു, ഓരോടും കുറേ വർത്താനം പറഞ്ഞു. ആരൊക്കെയോ പോലെ കേട്ടോ, നമ്മൾ അങ്ങനെ അറിയൊന്നുമില്ല, പക്ഷെ നമ്മളെ കണ്ടപ്പോൾ അങ്ങ് വർത്താനം വന്ന് പേരിലും വർത്താനം പറയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര ആരൊക്കെയോ പോലെ തോന്നിയിട്ടേക്കും. നമ്മളെ കുറേ മുന്നേ പരിചയമില്ലൊക്കെ പോലെ ആയി. അപ്പോൾ നമുക്ക് വർത്താനം പറയാനൊരു ഇടങ്ങേറുണ്ട്, കാരണം നമ്മൾ അറിയാത്ത ഒരാളല്ലേ ഇങ്ങനെ വർത്താനം പറയാമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവിടെയൊക്കെ മായ്ച്ച് കളഞ്ഞ് പിന്നെ ആകെ വർത്താനമായിപ്പോയി. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ രാജു ഉണ്ട്, ഇതാക്കണം നമ്മളെ സൂര്യ ഡ്രീംസിൻ്റെ ഭർത്താവും, നമ്മളെ സൂര്യ ഉണ്ട്, അതേപോലെ തന്നെ അഭിനന്ദു ഫാമിലി ഉണ്ടല്ലോ, ഒരു ചേച്ചി ഉണ്ട്. അങ്ങനെ എന്താ ഒരുവിധ ആൾക്കാരുണ്ട്. ബാബിനി ഉണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്, വാസുവേട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറേ കാണാൻ ആഗ്രഹിച്ച മുഖങ്ങളായിരുന്നു. അപ്പോൾ അവരൊക്കെ കണ്ടപ്പോൾ നല്ലപോലെ സന്തോഷമായി. പിന്നെ ഐശ്വര്യ ഉണ്ടായിരുന്നു, രാജു ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനറിയാത്ത ഒരുപാട് യൂട്യൂബേഴ്സ് താത്തമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓരൊക്കെ കണ്ടു. അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ചാനലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുവിധ ആൾക്കാരതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഐശ്വര്യ ഇതാക്കണം ഇരിക്കുന്നുണ്ട്. പിന്നെ റീനു ചേച്ചി ഇതാക്കണം, ചേച്ചിയാണോ അനിയത്തിയാണോ അറിയില്ല, ഏതായാലും ഞാൻ ചേച്ചിയെ വിളിക്കുന്നുണ്ട്. പിന്നെ ഇതാക്കണം നമ്മളെ ഷിജി ചേച്ചി ഉണ്ട്, നല്ല ഉഷാറായിട്ട് നല്ല ഭംഗിയിൽ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് 36. അങ്ങനെ ഇതാക്കണം. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് ഒരു സംഭവം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മളെ കിടിലം മുത്തശ്ശി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് കാണാനും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണുമ്പോൾ തന്നെ അച്ചാറ് അങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് കാണാനായിട്ട്. അങ്ങനെ നമ്മളെ കണ്ണിന് മുന്നിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്കളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ ഇപ്പോൾ ഇവിടെ ഒരു തപ്പി നടക്കണത് ചോദിച്ചാൽ ചെരുപ്പ് തിരഞ്ഞു നോക്കണ പണിയാട്ടോ. മുത്തശ്ശീൻ്റെ ചെരുപ്പ് ഒരു ചെരുപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മറിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഏതായാലും എല്ലാവരും കൂടി തിരഞ്ഞു നോക്കി എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. അങ്ങനെ രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കാണാനായിട്ട്. തെരഞ്ഞു നോക്കണ വീഡിയോ എടുക്കാലോ. അങ്ങനെ ചെരുപ്പൊക്കെ കിട്ടിയപ്പോൾ മുത്തശ്ശി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുളുവിനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വലിയ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒരു ത്വര കൂടുതലാണല്ലോ, അതേപോലെ തന്നെയാണ് ഞാനൊക്കെ. അപ്പോൾ ഞാനൊക്കെ മണ്ടി ചെന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇതാണ് കേട്ടോ അടുക്കള. ഈ ഒരു വീടിൻ്റെ പാർട്ടായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആദ്യം ഞാൻ 2-3 റൂമുകൾ കാണിച്ചു തന്നു, പിന്നെ ഹാളും സിറ്റ് ഔട്ടൊക്കെ കാണിച്ചു തന്നു. ലാസ്റ്റാണ് ഇപ്പോൾ നമ്മൾ അടുക്കള കാണിച്ചു തരുന്നത്. അടുക്കള എന്താക്കുന്ന അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലൊരു പരിപാടി ഉണ്ടാകുമ്പോൾ, ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, ഒന്നും ഒതുക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ, എപ്പോഴും ഒരു കച്ചറയായിട്ടാണ് കിടക്കുക. പിന്നെ ഇവരെ ചാനലുണ്ടായിരുന്നു കേട്ടോ. എന്താ അപ്പോൾ ഇവരെ പേരറിയില്ല, ഏതായാലും പേരറിയുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇവരും ചാനൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ ബബിനിയും ഭർത്താവും റീനും ഒക്കെ അപ്പോൾ എല്ലാവരും കൂടി ഓരോ വളഞ്ഞിട്ട് ആക്രമിക്കണ പോലെ എന്താണ് ഫോൺ നമ്പർ ചോദിക്കലും വിശേഷങ്ങളും ഓരോ ഇത്തിരി വലിയ യൂട്യൂബർമാരാകുമ്പോൾ നമുക്ക് അറിയാത്തതൊക്കെ ചോദിക്കുമല്ലോ. അതാണ് ഈ വളഞ്ഞിട്ട് ചോദിക്കുന്നത് പോലെ എല്ലാവരും കൂടിയിട്ട് ഭയങ്കരമായിട്ട് ചോദ്യമാണ്. അപ്പം എൻ്റെ ക്യാമറൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ആ ഒരു സ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, മൈക്കിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് അറിയാത്തത് ആരോടെങ്കിലും ചോദിക്കുകയല്ലേ ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെ ചോദിക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പം ഒരുവിധമൊക്കെ ഞാൻ വീഡിയോ എടുത്തെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുവിധമൊക്കെ എന്നല്ല കേട്ടോ, ഒരുവിധമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഹാളുണ്ട് കേട്ടോ, ചെറിയതൊന്നല്ല, കുറച്ച് എല്ലാവരും കൂടി വന്നാലും ഇരുന്ന് നല്ല ഉഷാറായിട്ട് TV കാണാനൊക്കെ ആയിട്ട് ഇരിക്കാനായിട്ട് നല്ല നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല ഉഷാറൻ വീട് തന്നെയാണ്. അപ്പം എത്രയോ അല്ലേ, കുറേ കാലമായി ഒരു ചെറിയ വീട്ടിലേന്ന് ചെറിയൊരു വീട്ടിലേന്നും ചോരിൻ്റെ ഒക്കെ ഒരു വീട്ടിലേക്കൊന്നും താമസിച്ചിരുന്നില്ല. നമ്മൾ വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കേട്ടോ. പക്ഷേ ഇപ്പം അതിൻ്റെയൊക്കെ ഒരു സമാധാനം ഉണ്ട്. നല്ല അടിപൊളി വീടായി, അമ്മേൻ്റെ സൂക്കേടുകളൊക്കെ മാറി. അതിന് നല്ല സന്തോഷമല്ലേ. ഈ ഒരു വീട് വെച്ചുകൊണ്ട് കാര്യമില്ല, അവിടെ ഒരു സമാധാനം ഉണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ അന്തി ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ പറഞ്ഞായിരിക്കും ഇനി ഒരു സമാധാനത്തോടെ എല്ലാ ദിവസങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും. അപ്പം ഇന്നതാകണം ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഉള്ളൊരു കുട്ടിയാണ് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ഇടുന്നപ്പോൾ ഒന്ന് ഞാൻ വന്ന് കാണാമെന്ന്. അങ്ങനെ ഇടുമ്പോഴാണല്ലോ നമുക്കും അറിയുള്ളൂ എനിക്ക് ചാനലുണ്ടോ ഇല്ലേ എന്നില്ല. അപ്പം ഞാൻ പോയി നോക്കലുണ്ട് കേട്ടോ. അങ്ങനെ അകത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഭയങ്കര ആളും ബഹളം ഒച്ചയും വിളിയൊക്കെ തന്നെയായിരുന്നു. അപ്പം നിങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഇതാക്കണം ബബിനിയും ഭർത്താവും ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. എന്നപ്പോൾ ഞാൻ ഒട്ടും കുറക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ തന്നെ ഇതിൻ്റെ അപ്പുറവും ഇപ്പുറം ഒക്കെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം മൂപ്പരോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. വാസുവേട്ടനോട് വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വാസുവേട്ടനെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്, എല്ലാവരും ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. വാസുവേട്ടനെ മാത്രമല്ല നമ്മളെ വീട്ടിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. വടക്കിനി എന്നും പറഞ്ഞിട്ട് മലപ്പുറത്തെ ഒരുവിധ ആൾക്കാർ, നമ്മൾ തൊട്ടടുത്തില്ല വണ്ടൂരില്ലേ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ അതാ വർത്താനൊക്കെ പറഞ്ഞു. ഈ ഒരു ബബിനീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ സൂര്യ ഡ്രീംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൽ കൂടെയുള്ള വർത്താനം ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ വന്നിട്ട് അങ്ങനെ ഇരുന്ന് അങ്ങോട്ട് പോയി വർത്താനം പറയാം, അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളോട് നേരിട്ട് കാണുന്നതും കുറേ വർത്താനം പറയുന്നതൊക്കെ. ഇവിടുത്തെ ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ബബിനിയായിട്ട് നമുക്ക് നല്ല കമ്പനിയാണ്, യൂട്യൂബിൽ നിന്ന് കിട്ടിയ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പം അങ്ങനെ അപ്പോൾ ഏതായാലും അവരൊക്കെ കണ്ടതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിൻ്റെ വോയിസും കൂടി കൊടുക്കുന്നുണ്ട്. ആകെ ഒച്ചയും വെളിയും ബഹളമൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാം കൂടിയും കേട്ടിട്ട് നിങ്ങൾക്കും തന്നെ ഇടങ്ങേറാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നെ ഓരോരുത്തരായിട്ട് ഇതാക്കണ ഫോട്ടോ എടുത്തപ്പും കാര്യങ്ങളൊക്കെ ആയി. അപ്പം ഇനി ഏതായാലും ഇവള് ഞങ്ങൾ ഉണ്ടായിരുന്നു വർത്താനം പറയട്ടെ കേട്ടോ. കുറേ ദിവസമായി, കുറേ ഇപ്പം ഒരു കൊല്ലത്തോളമായി തോന്നുന്നുണ്ട് നമ്മളിങ്ങനെ ഫ്രണ്ടായിട്ട്. അപ്പം ഇങ്ങനെ ഫോണിൽ കൂടെ അല്ല വർത്താനം ചെറിയ കളിയൊക്കെ തന്നെ ഉള്ളതെന്ന് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ടെന്ന് വർത്താനം പറയണത്. അപ്പോൾ ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ ഒരു കുടിയിരിക്കലിന് പോകാം കേട്ടോ. അപ്പോൾ ആ വേഗം വീട് പണിയും കാര്യങ്ങളൊക്കെ കഴിയട്ടെ. അപ്പോൾ ഞങ്ങൾ തന്നെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. യൂട്യൂബർമാരായ അങ്ങനെയാണ്, ക്യാമറയും പൊതുക്കി പൊടിച്ചാണ് എല്ലായിടത്തും കൂടി നടക്കുന്നത്. അപ്പം ഇതാക്കണേ ഓരോ ഇളച്ചിയാണ് കേട്ടോ. നമ്മളെ പേര് ഐശ്വര്യ എന്നാണ്, ഓൾക്കൊരു ചാനലുണ്ട്. അപ്പോൾ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒക്കെ എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. രാജു ഉണ്ട്, ഇതാക്കണ് നന്ദു ഉണ്ട്. ഫോണേ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ വിറ്റ് കാശാക്കി. ഇതിൽ ഏതൊക്കെയോ ഒന്നിൻ്റെയൊക്കെ ഞാൻ കണ്ടിരുന്നു. അതിനെ ഞാൻ കണ്ടിരുന്നു, അതിനെ ഞാൻ കണ്ടിരുന്നു, ഇതിനെ ഞാൻ കണ്ടുപോലുണ്ട്. പാവുണ്ട്, കൊന്നു കൊല വിളിക്കാനാണല്ലോ ഭഗവാനെ. അങ്ങനെ പോയാലോ? പോയി കയ്യിൽ നമ്മൾ പോകില്ലേ? അത് നന്നായി. ഒരപ്പം നിന്നും പോരാ. ഇത് പോണ സീനാ, ഇത് പോണ സീനാണതേ. നമുക്കെന്താ പറയാമല്ലോ. അങ്ങനെ ഇതാക്കണ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ വേഗം പോകുന്നു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിൽക്കാൻ ഒരു ഗത്യന്തരമില്ല. അപ്പോൾ ഒരു 2-2:30 ആയപ്പോൾ വേഗം തിരിച്ചു പോകുന്നുണ്ട്. വലിയ പൂതിയൊന്നും ഇല്ലേന്ന് എല്ലാവരും കൂടി കണ്ടപ്പോൾ എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് പിന്നെ വർത്താനം എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ. ആരോടെങ്കിലും ഒരു വർത്താനം പറഞ്ഞിരിക്കാറുണ്ട്, ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം തിരിച്ചു പോകുന്നു. പിന്നെ അവിടെ വീട്ടിലെ എല്ലാവരും ഇല്ല അല്ലേ, അപ്പോൾ കുറേ നേരം നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത് കൂടെ പോന്നപ്പം അങ്ങനെ കുറേ കൃഷിയാണ് ഉള്ളത്. ഈ ഒരു ഏരിയ കൂടെ ഭയങ്കര കൃഷിയാണ്. പൂളുണ്ട്, വാഴ ഉണ്ട്, തെങ്ങുണ്ട്, അങ്ങനത്തെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തു.
അങ്ങനെ ഇതാക്കണം വേഗം തിരിച്ചു പോകുന്നു. നല്ല നട്ടപ്ര വെയിലാണ്ട്, നല്ല ഉഷാറും വെയിൽ തന്നെയാണുള്ളത്. പിന്നെ നമ്മൾ VMCൻ്റെ ആ ഒരു വണ്ടൂർ ബോയ്സ് സ്കൂളിൻ്റെ അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. അപ്പോൾ മൂപ്പർക്ക് ഇത് കണ്ടപ്പോൾ നൊസ്റ്റാൾജിയെ പൊട്ടി പുറപ്പെട്ടു കേട്ടോ. അവിടെ ഒരുപാട് പന്ത് കളിക്കാൻ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മൂപ്പർക്ക് അത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പന്ത് കളി പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ കളിയൊന്നും വല്ലാതെ അറിയില്ല, പക്ഷേ മൂപ്പർ കളിക്കാരനായതുകൊണ്ട് തന്നെ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങളിവിടെ കുറേ ഇങ്ങോട്ട് എത്തിയിട്ട് പിന്നെ നമ്മൾ ഭയങ്കര ദാഹട്ടോ, ഒന്നും നെയ്ച്ചോറ് ഒന്നുമല്ല. അപ്പോൾ ഈ വെയിലും നെയ്ച്ചോറും ഒക്കെ പാടെ നമുക്ക് അകപ്പാടെ തളർത്തി നമ്മളെ. അപ്പോൾ ഞങ്ങളൊരു കരിമ്പ് ജ്യൂസിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുത്ത കരിമ്പ് ജ്യൂസ് വാങ്ങി കുടിച്ചാൽ ഒരു സമാധാനമാണല്ലോ, ഒരു കുളിരാരിറ്റിയാണല്ലോ, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു ചൂടത്തൊന്നും പുറത്തിറങ്ങാതെ നിൽക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമല്ലേ. പക്ഷേ ഇറങ്ങാതെ നിൽക്കാൻ പറ്റൂലല്ലേ, നമ്മൾ പോകേണ്ട അടുത്തേക്ക് നമ്മളെ തന്നെ പോകണം. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് ഒട്ടും നിൽക്കാല്ല നേരയിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ പൈസ എടുത്ത് വേഗം അയൽക്കൂട്ടത്തിന് പോയിട്ട്, നമ്മളെ സമ്പാദ്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അയൽക്കൂട്ടത്തിന് പോയി വരട്ടെ, ലോണുണ്ട് അടക്കാനായിട്ട്, അപ്പോൾ അതിന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം അതിനിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ കണ്ടാൽ മറ്റേ ദിഗംബരൻ്റെ കൂട്ടായിട്ടുണ്ട്. കൺമശിയൊക്കെ പടർന്ന് തുടക്കാല നേരം കൂടി നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ രാത്രിത്തെ പരിപാടിയാണ് ഇനിയിപ്പോൾ കാണിക്കാൻ പോണതും. രാത്രി ഇതാക്കണ തൊട്ടടുത്ത് തന്നെയാണ് ഒരു കുടിയിരിക്കലില്ലേ, നല്ല ഉഷാറും വീട് കേട്ടോ. കണ്ട വീടുകളൊക്കെ അടിപൊളി വീടുകളാണ്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗി കൂടുതലാകുക. അപ്പോൾ ഇങ്ങനെ ലൈറ്റുകളൊക്കെ വെച്ചിട്ട് എല്ലായിടത്തും കൂടി ലൈറ്റുകളുണ്ടായിട്ട് എന്ത് രസമുണ്ട് കാണാനായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കയറി വീടൊക്കെ എൻ്റെ അകം കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. ഇങ്ങനെ തോരണങ്ങൾ തൂക്കിയപ്പോൾ തന്നെ നല്ല രസമുണ്ട്. ഈ ഒരു മഞ്ഞ ലൈറ്റ് അല്ലെങ്കിൽ ഭയങ്കര രസമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അതിലേറെ രസമായി പോയിട്ടോ. രാത്രിയാണ് വീടിൻ്റെ ഒരു ഭംഗിയില്ലേ, പകൽ അത്ര ഭംഗിയാണ് കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ തന്നെയാണ് ഭംഗി ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥന ഉണ്ട് കേട്ടോ, നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താക്കണം ഇങ്ങനത്തെ ഒക്കെ ഒരു വീട് കയറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേന്ന് ആ ഒരു പ്രാർത്ഥന ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ വീടിൻ്റെ അവസ്ഥ അറിയാലോ, ചെതൽ തട്ടി അപ്പം കൊയിഞ്ഞാടും പട്ടിക, ആ മാതിരിയാണ് നമ്മളെ വീടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് നമുക്കും തന്നെ സാധിക്കും, ഇന്നല്ലെങ്കിൽ നാളെ എന്നും വിചാരിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ ക്യാമറ നമ്മൾ കണ്ണാടി കണ്ട ഒരു ഫോട്ടോ എടുക്കൽ നിർബന്ധമാണല്ലോ. അപ്പോൾ ഇവിടുത്തെ വീടും ഹാളൊക്കെ വലിയ ഹാളാണ്, 2-3 റൂമുകളുണ്ട്, പിന്നെ ബാത്റൂമും നമ്മളെ കിച്ചണൊക്കെ നല്ല സൂപ്പറായിട്ട്. ഞാൻ കണ്ട വീടുകളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ആമിക്കുട്ടിയും അമ്മയും വൈകിയും കുഞ്ഞാറ്റുണ്ട്, ഉണ്ണിമോളും, അങ്ങനെ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഇതാ ഹൈലൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. എല്ലാ വീട്ടിലും ഈ ഒരു ലൈറ്റ് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളൊരു സുഖമില്ലല്ലോ. അപ്പോൾ ഞാൻ നാട്ടെ ഇതാ ഈ പോയ ഡ്രസ്സ് തന്നെയാണ് ഉച്ചയ്ക്ക് നമ്മളെങ്ങനെ പോയത്, അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ആളില്ലാത്ത നേരം നോക്കിയാണ് നമ്മളെ വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആ മടി ഉണ്ടല്ലോ, ആ ചമ്മൽ ഇതുവരെ വിട്ട് മാറിയിട്ടില്ല. അപ്പോൾ കുട്ടാപ്പിയൊക്കെ അതാ കടന്നിട്ട് എന്തൊക്കെയോ നോക്കണുണ്ട്, എന്തൊക്കെയോ ഓല് തിരഞ്ഞെടുക്കണം. മക്കളങ്ങനെയാണല്ലോ, ചെറിയ ചെറിയ മക്കളങ്ങനെയാണ്, ഓൾക്ക് ഒരു കൗതുകം ഉള്ളത് ഓലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കൂലേ. അപ്പോൾ എൻ്റെ മകൾക്ക് ഒരു കൗതുകം വന്നത് ഇതാക്കണം ഈ ഒരു സാധനത്തിനോടാണ്. ഇത് നോക്കിയപ്പോൾ ഇതിങ്ങനെ തിരിയുന്നുണ്ട്, ഈ കുപ്പികളൊക്കെ ഇതാ തിരിഞ്ഞുകൊണ്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. കാണിച്ചു തരാമെന്ന് ഭയങ്കരമായിട്ട് വിളിയായിരുന്നു. അപ്പോൾ ഞാൻ അതേതായാലും നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പം എന്താക്കണം ഒരു ഹോളൊക്കെ ഉണ്ട്, ഈ അടുക്കളയിലേക്ക് ഹോളൊക്കെ ഉണ്ട്, പൂച്ച കയറൂലേ ആവാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങനെ ഉരുട്ട് ബുദ്ധികളൊക്കെയാണല്ലോ വരിക. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. മൊത്തത്തിൽ ഏതായാലും നല്ല രസമുണ്ട്. പിന്നെ മക്കൾ മേലെ പോകുന്നുണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തുതരാമെന്നും പറഞ്ഞിട്ട് ഫോണും കൊണ്ടിട്ടാണ് പോണത്. പിന്നെ ഇവിടെ ഈ സ്റ്റെപ്പുമ്പോൾ ഫുള്ള് ലൈറ്റാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. മക്കൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ടൊന്ന് വരട്ടെ കേട്ടോ. അവിടെയൊക്കെ കുറച്ച് വീഡിയോ എടുക്കാണ്ടെങ്കിൽ നോക്കട്ടെ, അമ്മനെ സഹായിക്കണമല്ലോ. മക്കൾ ഇതാക്കണേ വീട്ടിലത്തെ പണിയെടുത്ത് ഏതായാലും നമ്മളെ അമ്മനെ സഹായിക്കില്ല. അതുകൊണ്ട് ഇതാക്കണേ ഓൾക്ക് ക്യാമറയും കൊടുത്തയച്ചിട്ടുണ്ട്, ഓലങ്ങോട്ട് മേലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പം മേലെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, പക്ഷേ മേലെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അത് ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇതാക്കണ താഴെ തന്നെ ഇരുന്ന് കുറച്ച് നേരം സൊറ പറഞ്ഞിട്ടിരുന്നു. എവിടെ പോയാലും സൊറ പറയാന്നുള്ളത് അതൊരു രസമുള്ള ഒരു പരിപാടിയാണ്. അപ്പം മക്കളൊക്കെ ഇതാണ് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇത് കൂടെ പറയാറുണ്ട് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിലൊന്നും മൂപ്പരും കണ്ണനും ഇല്ല കേട്ടോ. വേറെ ഒരു കുടിയിരിക്കലുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ. അങ്ങനെ ഇതാ ഈ ഒരു പ്രദേശത്ത് നിന്ന് 2 കുടിയിരിക്കലാണ്. അപ്പോൾ 2 അതിന് പോയി, ഞങ്ങൾ ഇതാക്കണ 3 ഇതിനും കൂടി പോന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാറ്റെന്താ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി സെറ്റപ്പ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരട്ടെ അല്ലേ. പിന്നെ ഞങ്ങൾ ഒരേ ഒരു ലക്ഷ്യം രാത്രിയത്തെ അന്നമാണുണ്ടാണ് കേട്ടോ. ഉച്ചക്കത്തെ നമ്മളത് ഇങ്ങനെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ രാത്രിയത്തെ പരിപാടിയാണ്. ഒരു ബൊഫ പരിപാടിയായിരുന്നു കേട്ടോ. എനിക്ക് അതാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഈ ബൊഫേ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഇഷ്ടത്തിൽ തിന്നാൻ കഴിയൂല കേട്ടോ, ഒരു സമാധാനത്തിൽ തിന്നാൻ കഴിയൂല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല ചപ്പാത്തിയും സ്റ്റൂ ഉണ്ടായിരുന്നു, പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. ഇത്തിരി ബിരിയാണി വാങ്ങിയിട്ട് ഞങ്ങൾ ഇതാ ചോറൊക്കെ തിന്നു, അടിപൊളിയാക്കി. പിന്നെ കുറച്ച് ഫോട്ടോസ് കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പം വീട്ടുകാരും സമാധാനമൊക്കെ ആയിട്ട് അങ്ങനെ പോട്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തോളൂ. ബൈ ബൈ.